2 ദിവസമായി കേരള പോലീസ് നാടെങ്ങ് മരിച്ചു പറക്കിയിട്ടും എന്തുകൊണ്ടാണ് അർജുൻ ആയിഗി എന്ന ക്രിമിനലിനെ പിടികൂടാനാകാത്തത്? ഒളിവിലിരുന്ന ദിവസം പലതവണ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകളിടുന്ന അർജുൻ ആയിഗിയെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ? സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രിയെ വരെ വെല്ലുവിളിച്ചിട്ടും അർജുനെ പിടികൂടാനാകാത്തത് പോലീസ് സംവിധാനത്തിനാകെ നാണക്കേടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഇയാളെ വലയിലാക്കാനാണ് പോലീസിന്റെ ശ്രമം. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് കോടതിയിൽ തെളിയിക്കാനാണ് അർജുൻ ശ്രമിക്കേണ്ടത്. അല്ലാതെ പോലീസിനെയും ഭരണ സംവിധാനത്തെ ആകെയും വെല്ലുവിളിച്ച് എവിടെ വരെ മുന്നോട്ടു പോകാൻ അയാൾക്ക് കഴിയും? അർജുൻ ആയിഗി സംസ്ഥാനം വിടാതിരിക്കാൻ കർശനമായ പരിശോധനകളാണ് വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് പോലീസ് പെട്രോളിൽ ആദ്യം. സ്വാഗതം. സംസ്ഥാനമാകെ പരിശോധന വ്യാപകമാക്കിയിട്ടും അർജുൻ ആയിഗിയെ പിടികൂടാനാകാതെ പോലീസിനെ വട്ടം കറക്കുന്ന അർജുന്റെ സമൂഹ മാധ്യമ പ്രൊഫൈലുകൾ സജീവമാണ്. ഒളിവിലിരിക്കെ വരുന്ന പോസ്റ്റുകൾ മറ്റാരോ ഇടുന്നതെന്നാണ് പോലീസിന്റെ സംശയം. അർജുനെ സഹായിച്ചവരും സുഹൃത്തുക്കളും അടക്കം 21 പേരെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പിടികൂടി. ആയിഗി മലപ്പുറം എടപ്പാളിലെത്തിയതിന്റെ CCTV ദൃശ്യങ്ങളും ഇതിനിടെ പുറത്തുവന്നു. ഇയാൾ ഒളിവിൽ പോകാൻ ഉപയോഗിച്ച കാർ കണ്ണൂർ പനങ്കാവിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. അർജുൻ ആയിഗിക്കായി വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഒളിവിലിരുന്ന് ആഭ്യന്തര വകുപ്പിനെ നിരന്തരം വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന അർജുൻ ആയിഗി സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ്. വ്യക്തിപരമായി ആളുകളിടുന്ന പോസ്റ്റുകളോട് പോലും ഇയാൾ പ്രതികരിക്കുന്നുണ്ട്. ഇത് മറ്റ് ആൾക്കാരെ ഉപയോഗിച്ച് ചെയ്യുന്നതെന്നാണ് പോലീസിന്റെ സംശയം. മലപ്പുറം എടപ്പാളിലെ ഒരു റെസ്റ്റോറന്റിൽ അർജുൻ ആയിഗി എത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അർജുന് ഒളിവിൽ താമസിക്കാൻ സഹായം നൽകിയ 4 പേരെയും പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ച ഒരാളെയും അടക്കം 5 പേരെ ചങ്ങരംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. വട്ടംകുളം സ്വദേശികളായ ഫൈസൽ, അബൂബക്കർ സിദ്ദിഖ്, നൌഫൽ, അഷ്കർ എന്നിവരാണ് ഒളിവിൽ പാർപ്പിച്ച കുറ്റത്തിന് അറസ്റ്റിലായവർ. ഇവരെ പിടികൂടാനെത്തിയപ്പോൾ പോലീസിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ച മുഹമ്മദ് റാഫിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതികളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു. അർജുൻ ആയിഗിയുമായി ബന്ധമുള്ള 5 പേരെ തിരുവനന്തപുരത്ത് കസ്റ്റഡിയിലെടുത്തു. തമ്പാനൂർ, തുമ്പ പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് കസ്റ്റഡി. എറണാകുളം ഊന്നുകൽ പോലീസ് പിടികൂടിയ അർജുന്റെ കൂട്ടാളികളെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കി. കണ്ണൂരിലും നിരവധി പേർ കരുതൽ കസ്റ്റഡിയിലുണ്ട്. അതിനിടെ വൈകിട്ടോടെയാണ് കണ്ണൂർ വളപട്ടണം പോലീസ് അർജുന്റെ കാർ കസ്റ്റഡിയിലെടുത്തത്. വാഹനം വളപട്ടണത്തെ ഒരു വീട്ടിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അർജുന്റെ ഭാര്യയുടെ പേരിലുള്ളതാണ് ഈ വാഹനം. ചൊവ്വാഴ്ച യാത്ര ചെയ്ത് ബുധനാഴ്ച അർജുൻ കണ്ണൂരിലെത്തിയതായാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഇയാൾ മുങ്ങിയതായാണ് സംശയം. മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ അർജുൻ ആയിഗിക്കെതിരെ ആലുവ സൈബർ പോലീസും കേസെടുത്തിരുന്നു. മനോജ് ജോസ് എന്നയാൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. സംസ്ഥാനത്താകെ അർജുൻ ആയിഗിക്കെതിരെ 23 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ന്യൂസ് 18 കൊച്ചി. പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും വെല്ലുവിളിച്ച് ഒളിവിൽ തുടരുകയാണ് അർജുൻ ആയിഗി. മുൻപ് പലതവണ ഈ പേര് കേരളം കേട്ടിട്ടുണ്ട്. സമീപകാലത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ ആദ്യം പോലീസിനെയും പിന്നീട് ആഭ്യന്തരമന്ത്രിയെയും വെല്ലുവിളിച്ചതോടെയാണ് വീണ്ടും അർജുൻ ആയിഗി വാർത്തകളിൽ നിറഞ്ഞത്. ആരാണ് അർജുൻ ആയിഗി? നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാൾ എന്ത് ധൈര്യത്തിലാണ് പോലീസ് സംവിധാനങ്ങളെ ആകെ വെട്ടിച്ചു കഴിയുന്നത്? ഒളിയിടങ്ങൾ ഒരുക്കാനും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സൈബർ പോലീസിനെ കബളിപ്പിക്കാനുമൊക്കെ ഈ കുറ്റവാളിയെ സഹായിക്കുന്നതാരാണ്? സിം കാർഡിന് പകരം വൈഫൈ ഉപയോഗിച്ചും ഫോൺ വിളിക്കാൻ രഹസ്യ ആപ്പുകൾ ഉപയോഗിച്ചുമൊക്കെയാണ് ആയിഗി ഒളിവിൽ തുടരുന്നതെന്നാണ് പോലീസ് നിഗമനം. കണ്ണൂർ അഴീക്കോട് കപ്പക്കടവ് സ്വദേശിയാണ് അർജുൻ ആയിഗി. 30 പ്രായം. പഠിച്ചത് +2 വരെ. ബാലസംഘത്തിലും SFIയിലും പ്രവർത്തിച്ച അർജുൻ DYFI യൂണിറ്റ് സെക്രട്ടറിയായാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായത്. CPM സൈബർ പോരാളിയായി സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടു. സൈബറിടങ്ങളിൽ രാഷ്ട്രീയ എതിരാളികളെ വെല്ലുവിളിക്കുകയും ഭീഷണി മുഴക്കുകയും ഒക്കെ ചെയ്തതോടെ അർജുൻ ആയിഗിക്ക് ആരാധകരും കൂടി. എന്നാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിനപ്പുറം
കുറ്റകൃത്യ ശൃംഖലയുടെ സൂത്രധാരൻ കൂടിയാണ് ഇയാളെന്ന് അധികം വൈകാതെ വെളിപ്പെട്ടു. കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ കുറഞ്ഞപ്പോൾ ചില കൊട്ടേഷൻ സംഘങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്തിലേക്ക് തിരിഞ്ഞതാണ് അർജുൻ ആയങ്കിക്കും പുതുവഴികൾ കാട്ടിക്കൊടുത്തത്. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലൂടെയാണ് അർജുൻ ആയങ്കി കുപ്രസിദ്ധി നേടിയത്. വിദേശത്ത് നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം വഴിയിൽ വെച്ച് തട്ടിയെടുക്കുന്ന സംഘങ്ങളിലെ പ്രധാനിയായിരുന്നു ഇയാൾ. ക്രിമിനൽ പശ്ചാത്തലം പുറത്തു വന്നതോടെ പാർട്ടി പുറത്താക്കിയെങ്കിലും പിന്നെയും സൈബർ ലോകത്ത് പാർട്ടിയെ പ്രതിരോധിക്കാൻ ആയങ്കി ഉണ്ടായിരുന്നു. സ്ഥിരം തലവേദനയായതോടെ നേതാക്കൾക്കെല്ലാം ഇയാളെ തള്ളിപ്പറയേണ്ടി വന്നു. രാമനാട്ടുകരയിൽ 5 പേർ മരിച്ച അപകടം സ്വർണ്ണക്കടത്ത് സംഘവും സ്വർണം പൊട്ടിക്കൽ സംഘവും തമ്മിലുള്ള ചേസിംഗിനിടെയായിരുന്നു. കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തിക്കൊണ്ടുവന്ന സ്വർണം തട്ടാനെത്തിയ സംഘത്തിലായിരുന്നു അർജുൻ ആയങ്കി. കണ്ണൂർ പെരിങ്ങോത്തെ പാർട്ടി ഗ്രാമത്തിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് ഈ കേസിൽ അർജുനെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് ജാമ്യത്തിലിറങ്ങി. വിദേശത്ത് നിന്ന് കാരിയർമാരെ ഉപയോഗിച്ച് നാട്ടിലേക്ക് സ്വർണം കടത്തൽ, മറ്റു കള്ളക്കടത്തുകാരുടെ സ്വർണം മോഷ്ടിക്കൽ, സ്വർണം നഷ്ടപ്പെട്ടവരുമായി വിലപേശൽ തുടങ്ങിയവയാണ് അർജുന്റെ സ്ഥിരം രീതികളെന്നായിരുന്നു കേസ് അന്വേഷിച്ച കസ്റ്റംസിന്റെ കണ്ടെത്തൽ. 2021 പിടിയിലാകും വരെ 6 കോടിയുടെ സ്വർണം തട്ടിയെടുത്തെന്നാണ് നിഗമനം. സ്വർണം തട്ടിയെടുക്കാൻ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളായ കൊടിസുനി, മുഹമ്മദ് ഷാഫി എന്നിവരുടെ സഹായവും ലഭിച്ചിട്ടുണ്ടെന്ന് കസ്റ്റംസ് കണ്ടെത്തിയിരുന്നു. സ്വർണ്ണക്കടത്ത്, കൊട്ടേഷൻ, വധശ്രമം, മോഷണം, ഭീഷണി തുടങ്ങിയവയാണ് അർജുൻ ആയങ്കിക്കെതിരെയുള്ള കേസുകൾ. 2023 പാലക്കാട് മീനാക്ഷിപുരത്ത് നിന്ന് സ്വർണ്ണ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി 75 പവൻ കവർന്ന സംഭവത്തിന് പിന്നിലും ഇയാളായിരുന്നു. 2022 ആയങ്കിയെ കാപ്പ ചുമത്തി കണ്ണൂരിന് പുറത്തേക്ക് നാട് കടത്തിയിരുന്നെങ്കിലും പിന്നീട് കാപ്പ റദ്ദാക്കപ്പെട്ടു. കോതമംഗലം CIയെ ഭീഷണിപ്പെടുത്തിയ കേസും തുടർന്നുള്ള സംഭവങ്ങളുമാണ് അർജുൻ ആയങ്കി വീണ്ടും വാർത്തകളിൽ നിറയാൻ കാരണമായത്. വിപുലമായ സൈബർ ബന്ധങ്ങളും സ്വർണം പൊട്ടിക്കലും കള്ളക്കടത്തുമൊക്കെ വഴി ഉണ്ടാക്കിയെടുത്ത ക്രിമിനൽ ബന്ധങ്ങളുമാണ് അർജുൻ ആയങ്കിക്ക് പോലീസിനെ വെട്ടിക്കാൻ സഹായകമാകുന്നതെന്നാണ് നിഗമനം. സാധാരണയായി അക്കൗണ്ട് ലോഗിൻ ചെയ്യുന്ന IP അഡ്രസ്സും ടെലികോം ടവർ ലൊക്കേഷനും പിന്തുടർന്നാണ് പോലീസ് പ്രതികളെ കണ്ടെത്തുന്നത്. എന്നാൽ അർജുൻ VPN സാങ്കേതിക വിദ്യയോ ടോർ നെറ്റ്വർക്കുകളോ ഉപയോഗിച്ച് സ്വന്തം IP അഡ്രസ് മറയ്ക്കുന്നുവെന്നാണ് പോലീസ് കരുതുന്നത്. സിം കാർഡിന് പകരം വൈഫൈയും സുഹൃത്തുക്കളെ വിളിക്കാൻ രഹസ്യ ആപ്പുകളുമൊക്കെ ഉപയോഗിക്കുന്നു. സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇടാൻ പ്രത്യേക ആളുകളുമുണ്ട്. ഇത്തരം സാധ്യതകൾ മുമ്പിൽ കണ്ട് സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ മാത്രം പിന്തുടരാതെ അർജുനുമായി ബന്ധമുള്ളവരെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തമിഴ് സിനിമയിലെ റോളക്സ് എന്ന കഥാപാത്രത്തിന്റെ മാതൃകയിൽ ഡോൺ എന്ന പ്രതിച്ഛായ സൃഷ്ടിച്ച് സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരുന്നയാളാണ് കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് സാകേഷ് കുമ്പാളി. കോഴിക്കോട് സ്വദേശിയായ 16-കാരിയെ ലഹരി നൽകി ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ച കേസിൽ 1.5 മാസമായി പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ. ഒടുവിൽ സാകേഷിനെ കുടുക്കാൻ ഓപ്പറേഷൻ റോളക്സ് എന്ന പേരിൽ എലത്തൂർ പോലീസും സൈബർ സെല്ലും നടത്തിയ അന്വേഷണം ഫലം കണ്ടു. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ ഒളിവിൽ കഴിയവേ റിസോർട്ട് വളഞ്ഞ അതിസാഹസികമായാണ് ഇയാളെ എലത്തൂർ പോലീസ് പിടികൂടിയത്. എലത്തൂർ ഇൻസ്പെക്ടർ KR രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം 2 കിലോമീറ്ററോളം വനത്തിലൂടെ നടന്നുപോയാണ് ഓപ്പറേഷൻ നടത്തിയത്. അന്തർസംസ്ഥാന ലഹരി സംഘത്തിലെ പ്രധാന കണ്ണിയാണ് പിടിയിലായ സാകേഷ് കുമ്പാളിയെന്ന് പോലീസ് പറയുന്നു. കോഴിക്കോട് സ്വദേശിയായ 16-കാരിയെ ലഹരി നൽകി ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ച കേസിലാണ് അറസ്റ്റ്. 1.5 മാസമായി പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതി. ഏലത്തൂർ ഇൻസ്പെക്ടർ KR രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം സുൽത്താൻ ബത്തേരിയിൽ റിസോർട്ട് വളഞ്ഞ് അതിസാഹസികമായാണ് സാകേഷിനെ പിടികൂടിയത്. പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ച പ്രതിയെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കുകയായിരുന്നു. ഡോൺ എന്ന പ്രതിച്ഛായ സൃഷ്ടിച്ചാണ് സാകേഷ് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിച്ചിരുന്നത്. കൊട്ടേഷൻ സംഘങ്ങൾക്കും മാർഷൽ ആർട്സ്, ജിം മേഖലയുമായി ബന്ധപ്പെട്ടവർക്കും സാകേഷ് ലഹരി വിൽപ്പന നടത്തിയതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. വധശ്രമമടക്കം 15ഓളം കേസുകളിൽ പ്രതിയായ സാകേഷ് കഞ്ചാവ് കൈവശം വച്ചതിന് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ സൗഹൃദം സ്ഥാപിച്ചാണ് പ്രതി പെൺകുട്ടികളെ വലയിലാക്കിയിരുന്നത്. പിന്നീട് ലോഡ്ജിലെത്തിച്ച് ലഹരി നൽകി പീഡിപ്പിച്ചതായും നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയതായും പോലീസ് കണ്ടെത്തി. പ്രതിയെ പിടികൂടാനായി ഓപ്പറേഷൻ റോളക്സ് എന്ന പേരിലാണ് ഏലത്തൂർ പോലീസും സൈബർ സെല്ലും അന്വേഷണം നടത്തിയത്.
പോലീസിന്റെ കണ്ണുവെട്ടിക്കാൻ പ്രതി നിരന്തരം സിം കാർഡുകളും വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളും മാറ്റിയിരുന്നതായി അന്വേഷണ സംഘം പറയുന്നു. ന്യൂസ് 18 വയനാട്. തൃശൂർ ശോഭ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിനെ വ്യവസായി മുഹമ്മദ് നിഷാം ആഡംബര കാറിടിച്ച് കൊലപ്പെടുത്തിയ സംഭവം 2015-ലായിരുന്നു. ഗേറ്റ് തുറക്കാൻ വൈകിയതിലും ID കാർഡ് ചോദിച്ചതിലും പ്രകോപിതനായാണ് നിഷാം കൊലപാതകം നടത്തിയത്. കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് അഴിക്കുള്ളിലാണ് ഇയാൾ. കേരള മനസാക്ഷിയെ നടുക്കി ഈ സംഭവം നടന്ന് 11 വർഷമാകുമ്പോഴും സെക്യൂരിറ്റി ജീവനക്കാർ തികഞ്ഞ അരക്ഷിതാവസ്ഥയിലാണ് ജോലി ചെയ്യുന്നത്. സ്ഥാപനത്തിലെ നിയമങ്ങൾ അനുസരിച്ച് ജോലി ചെയ്യാൻ ബാധ്യസ്ഥരാണ് അവരെന്നത് ഇടപാടുകാർ പലരും മറക്കുന്നു. സൂപ്പർ മാർക്കറ്റ് അടച്ച ശേഷം അകത്തേക്ക് കയറണമെന്ന് പറഞ്ഞെത്തിയ യുവാക്കളെ തടഞ്ഞതിന് തൃശൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരന് ക്രൂര മർദ്ദനമേറ്റു. സ്വകാര്യ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന സുരേഷിനാണ് മർദ്ദനമേറ്റത്. ക്രൂരമർദ്ദനം നടന്നത്. പുഴക്കലിലുള്ള സ്വകാര്യ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന സുരേഷിനാണ് മർദ്ദനമേറ്റത്. സൂപ്പർ മാർക്കറ്റ് അടച്ചിട്ടും അകത്തേക്ക് കയറണമെന്ന് പറഞ്ഞെത്തിയ യുവാക്കളാണ് ഇയാളെ മർദ്ദിച്ചത്. സംഭവത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. തൃശൂർ സ്വദേശികളായ വിജീഷ്, സബീഷ് എന്നിവരാണ് മർദ്ദിച്ചതെന്നാണ് പരാതി. മദ്യലഹരിയിലായിരുന്നു ആക്രമണമെന്ന് പോലീസ് പറയുന്നു. പ്രവേശന സമയം കഴിഞ്ഞതിനാൽ അകത്തു പോകാനാകില്ല എന്ന് പറഞ്ഞതാണ് പ്രതികളെ പ്രകോപിപ്പിച്ചത്. ഹൈപ്പർ മാർക്കറ്റിന്റെ ലിഫ്റ്റിന് മുൻഭാഗത്ത് വെച്ച് സുരേഷിനെ തെറിവിളിക്കുകയും തള്ളി താഴെയിട്ട ശേഷം മർദ്ദിക്കുകയുമായിരുന്നു. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആക്രമണം. മറ്റ് ജീവനക്കാർ വന്ന് പിടിച്ചു മാറ്റിയില്ലായിരുന്നുവെങ്കിൽ കഴുത്തിൽ തുടർച്ചയായി ഇടിയേറ്റ് മരണം വരെ സംഭവിക്കാമായിരുന്നു എന്നാണ് FIR-ൽ പറയുന്നത്. ഗുരുതരമായി പരിക്കേറ്റ സുരേഷ് ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ. 14 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ രണ്ടാനച്ഛൻ പിടിയിലായി. ഇടുക്കി കട്ടപ്പനയിലാണ് സംഭവം. 1 വർഷമായി ഇയാൾ കുട്ടിയെ പീഡിപ്പിച്ച് വരികയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. സ്കൂളിൽ അധ്യാപകർ നടത്തിയ കൌൺസിലിംഗിലാണ് പീഡന വിവരം കുട്ടി വെളിപ്പെടുത്തിയത്. കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വയസ്സുകാരിയെ നിരന്തരം പീഡിപ്പിച്ചിരുന്ന രണ്ടാനച്ഛനെയാണ് കട്ടപ്പന പോലീസ് പിടികൂടിയത്. 1 വർഷമായി ഇയാൾ കുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചു വരികയായിരുന്നു. അടിമാലിയിലെ ജോലിസ്ഥലത്ത് നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. കട്ടപ്പനയിലെ വാടക വീട്ടിൽ വെച്ച് കഴിഞ്ഞ 1 വർഷമായി ഇയാൾ പലതവണ പീഡിപ്പിച്ചതായി കുട്ടി പോലീസിന് മൊഴി നൽകി. സ്കൂളിൽ നടത്തിയ കൌൺസിലിംഗിനിടെയാണ് കുട്ടി ഇക്കാര്യം ആദ്യം വെളിപ്പെടുത്തിയത്. തുടർന്ന് അധ്യാപകർ പോലീസിൽ വിവരം നൽകുകയായിരുന്നു. കട്ടപ്പന പോലീസ് പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മൊഴിയെടുത്ത ശേഷം കുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയയാക്കി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. സമൂഹ മാധ്യമങ്ങളിൽ റീച്ചും ലൈക്കും കിട്ടാൻ കണക്കില്ലാതെ ഉപദേശം ചൊരിയുന്നവരാണ് മിക്ക ഇൻഫ്ലുവൻസർമാരും. എന്നാൽ ഇവരുടെ യഥാർത്ഥ സ്വഭാവം അതൊന്നും ആയിരിക്കണമെന്നില്ല. മദ്യപിച്ച് വാഹനമോടിച്ച കേസിൽ യൂട്യൂബർ ഹെലനോസ് സ്പാർട്ട എന്ന SR ധന്യ അടുത്തിടെയാണ് പിടിയിലായത്. ഈ സംഭവത്തിൽ ധന്യയുടെ ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. മോട്ടോർ വാഹന വകുപ്പിന്റെ 3 ദിവസത്തെ പരിശീലനത്തിലും ധന്യ പങ്കെടുക്കണം. മദ്യപിച്ച് അപകടമുണ്ടാക്കുന്ന വിധം വാഹനമോടിച്ചതിനാണ് നടപടി. സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ ധന്യ തന്നെയാണ് ഈ വിവരം പങ്കുവച്ചത്. ദേശീയപാതയിൽ മദ്യപിച്ച് വാഹനമോടിച്ച കേസിലാണ് യൂട്യൂബർ SR ധന്യയുടെ ഡ്രൈവിംഗ് ലൈസൻസ് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തത്. മദ്യപിച്ച് അപകടമുണ്ടാക്കുന്ന വിധം വാഹനമോടിച്ചതിനാണ് നടപടി. മോട്ടോർ വാഹന വകുപ്പിന്റെ 3 ദിവസത്തെ പരിശീലന ക്ലാസ്സിൽ ധന്യ പങ്കെടുക്കണമെന്നും നിർദ്ദേശമുണ്ട്. 3 മാസത്തേക്കാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്.
കഴിഞ്ഞ ജൂലൈ 1 പുലർച്ചെയാണ് മദ്യപിച്ച് വാഹനമോടിച്ചതിന് ധന്യക്കെതിരെ കുമ്പള പോലീസ് കേസെടുത്തത്. ദേശീയപാതയിൽ അണങ്കൂരിലായിരുന്നു സംഭവം. അപകടകരമായ രീതിയിൽ ധന്യയുടെ കാർ ദേശീയപാതയിൽ നിർത്തിയിട്ടത് കണ്ടാണ് പോലീസ് പരിശോധനയ്ക്കെത്തിയത്. എന്നാൽ പോലീസ് എത്തിയതോടെ കാർ അമിത വേഗത്തിൽ ഓടിച്ചു പോവുകയായിരുന്നു. അപകടകരമായ രീതിയിൽ കിലോമീറ്ററുകളോളം വാഹനമോടിച്ചുവെന്നാണ് കേസ്. മംഗൽപാടി ബന്ദിയോട് ഭഗവതി നഗറിൽ കാർ എത്തിയപ്പോൾ വാഹനം തടഞ്ഞ് പരിശോധിച്ചതോടെയാണ് ധന്യ മദ്യപിച്ചിരുന്നതായി വ്യക്തമായത്. പിന്നീട് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ താൻ ബിയർ കഴിച്ചിരുന്നതായി സമ്മതിച്ചുകൊണ്ട് ക്ഷമാപണവുമായി ധന്യ രംഗത്തെത്തിയിരുന്നു. തന്റെ ഭാഗത്തു നിന്നും വലിയ തെറ്റുപറ്റിയെന്നും ഒരു പരിപാടിക്കിടെ ബിയർ കഴിച്ചിരുന്നുവെന്നുമായിരുന്നു ധന്യയുടെ വിശദീകരണം. ഇപ്പോൾ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത വിവരവും ധന്യ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. ന്യൂസ് 18 കാസർഗോഡ്. കുട്ടികളെ ലക്ഷ്യമിട്ടുള്ള മാഫിയ സംഘങ്ങൾ ഇപ്പോഴും സജീവമാണെന്നത് ഏറെ ആശങ്കയുണ്ടാക്കുന്നതാണ്. കാസർഗോഡ് കുമ്പള ഭാസ്കര നഗറിൽ 7 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. ഭാസ്കര നഗറിലെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന കർണാടക സ്വദേശികളുടെ മകനെയാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. മാസ്ക് ധരിച്ച് കാറിലെത്തിയ 2 അംഗ സംഘം വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് കാറിൽ കയറാൻ പിടിച്ചു വലിച്ചെന്നാണ് കുട്ടിയുടെ മൊഴി. സംഭവത്തിൽ കുമ്പള പോലീസ് അന്വേഷണം ആരംഭിച്ചു. മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ തട്ടിക്കൊണ്ടുപോകൽ ശ്രമത്തിന് പിന്നിലെന്നും പോലീസ് അന്വേഷിച്ചു വരുന്നു. കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഭാസ്കര നഗറിൽ 7 വയസ്സുകാരനെ കാറിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായാണ് പരാതി. പിതാവ് നൽകിയ പരാതിയിൽ കുമ്പള പോലീസ് അന്വേഷണം തുടങ്ങി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന. ഭാസ്കര നഗറിലെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന കർണാടക സ്വദേശികളുടെ കുടുംബത്തിലെ കുട്ടിയാണ് തട്ടിക്കൊണ്ടുപോകൽ ശ്രമത്തിന് ഇരയായത്. ഉച്ചക്ക് 12:42 അത് കുഞ്ഞി പോയിട്ടുണ്ട് അംഗൻവാടി. അങ്ങനെ പോയ സമയത്ത് അവർ താളേന്ന് വരുന്നുണ്ട്. ഈ ക്വാർട്ടേഴ്സിൽ നിൽക്കുക അങ്ങനെ ചോദിക്കുന്ന സമയത്ത് കുഞ്ഞി പറഞ്ഞു ഞാൻ ക്വാർട്ടേഴ്സിൽ നിൽക്കുക, നീ അങ്ങോട്ട് വിടാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞെങ്കിൽ ഞാനത് കുഞ്ഞി വേണ്ട ഞാൻ നടത്തിട്ട് പോകണം അങ്ങനെ പറഞ്ഞെങ്കിൽ കൈ എടുത്ത് ജോറാക്കുന്നുണ്ട്. ഞാൻ കംപ്ലൈന്റ് കൊടുത്തു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30 സംഭവം. കുടുംബത്തിലെ ചെറിയ കുട്ടിക്ക് അംഗൻവാടിയിൽ നിന്ന് സൗജന്യമായി ഭക്ഷണം ലഭിക്കാറുണ്ട്. ഇത് വാങ്ങാനായാണ് മൂത്ത മകനായ 7 വയസ്സുകാരനെ അംഗനവാടിയിലേക്ക് വിട്ടത്. കുട്ടി അംഗനവാടിയിൽ നിന്ന് തിരിച്ചു വരുന്നതിനിടെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമമുണ്ടായത്. മാസ്ക് ധരിച്ചെത്തിയ 2 അംഗ സംഘം വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞ് കുട്ടിയോട് കാറിൽ കയറാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ കാറിൽ കയറാൻ വിസമ്മതിച്ച കുട്ടി ഓടി രക്ഷപ്പെട്ടു. ക്വാർട്ടേഴ്സിൽ തിരിച്ചെത്തിയ കുട്ടി മുറിയിൽ നിന്ന് പുറത്തിറങ്ങാനോ ആരോടും സംസാരിക്കാനോ തയ്യാറായില്ല. പിതാവെത്തി വിശദമായി ചോദിച്ചപ്പോഴാണ് ഉണ്ടായ സംഭവങ്ങൾ വിശദീകരിച്ചത്. തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. സംഭവത്തിൽ കുമ്പള പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 കാസർഗോഡ്. വടകര MDMA കേസിൽ പിടിയിലായ അധ്യാപിക കീർത്തനയ്ക്കെതിരെ കൂടുതൽ തെളിവുകളുമായി പോലീസ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ വികാരാധീനയായി കുറ്റം നിഷേധിച്ച കീർത്തനയുടെ അക്കൗണ്ട് വഴി കഴിഞ്ഞ 5 മാസത്തിനിടെ 15 ലക്ഷം രൂപയുടെ ലഹരിയിടപാട് നടന്നതായി പോലീസ് കണ്ടെത്തി. മറ്റു പ്രതികളായ അധ്യാപികമാരെയും അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യും. ഇതോടെ കേസിൽ നിർണായക തെളിവുകൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. താൻ തെറ്റുകാരിയല്ലെന്നും അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും പറഞ്ഞ് കോടതി വളപ്പിൽ കണ്ണീരണിഞ്ഞ അധ്യാപിക കീർത്തനയുടെ വാദങ്ങളെല്ലാം പൊളിയുകയാണ്. പോലീസിന്റെ തെളിവെടുപ്പിൽ പേരാമ്പ്ര BRCയിലെ മുൻ അധ്യാപികയായ കീർത്തനയുടെ ബാങ്ക് അക്കൗണ്ട് വഴി 5 മാസത്തിനിടെ 15 ലക്ഷം രൂപയുടെ ഇടപാടുകൾ നടന്നതായി കണ്ടെത്തി. കോഴിക്കോട് ജില്ലയിൽ പോലീസും എക്സൈസും രജിസ്റ്റർ ചെയ്ത നിരവധി MDMA കേസുകളിലെ പ്രതികളുമായി ഇവർക്ക് നേരിട്ട് സാമ്പത്തിക ബന്ധമുണ്ടെന്നാണ് കണ്ടെത്തൽ. കൃത്യമായ ബാങ്ക് രേഖകൾ മുന്നിൽ വെച്ചതോടെ അന്വേഷണ സംഘത്തിന് മുന്നിൽ കീർത്തന മൗനത്തിലായി. ലഹരി ശൃംഖലയിലെ മുഖ്യ കണ്ണിയെന്ന് സംശയിക്കുന്ന വയനാട് സ്വദേശി ഷിൻഡോയുടെ നിർദ്ദേശപ്രകാരമാണ് കീർത്തന പ്രവർത്തിച്ചിരുന്നത്. പണം ലഭിച്ച ശേഷം ഷിൻഡോയെ വിവരമറിയിക്കും. തുടർന്നാണ് ആവശ്യക്കാർക്ക് ലഹരിമരുന്ന് കൈമാറിയിരുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം.
പയ്യോളിയിൽ 13 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിലായ കേസിൽ വടകര കേസ് പ്രതിയായ ജിജിലിനെ NDPS കോടതി റിമാൻഡ് ചെയ്തു. ലഹരിക്കായി യുവാവ് പണം അയച്ചു കൊടുത്തത് ജിജിലിനായിരുന്നുവെന്ന് വ്യക്തമായിട്ടുണ്ട്. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നതെന്നും 2 മാസത്തിനകം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്നും കോഴിക്കോട് റൂറൽ SP മെറിൻ ജോസഫ് അറിയിച്ചു. ചോദ്യം ചെയ്യലുമായി കീർത്തന പൂർണ്ണമായി സഹകരിക്കാത്ത പശ്ചാത്തലത്തിൽ പ്രതിയെ കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കേസിൽ റിമാൻഡിൽ കഴിയുന്ന അധ്യാപികമാരായ കാവ്യ, നിഷ്മ എന്നിവരെയും വൈകാതെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും. ന്യൂസ് 18 കോഴിക്കോട്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നിർണായക നീക്കവുമായി ക്രൈംബ്രാഞ്ച് സംഘം. നെടുമങ്ങാട്ടെ വീട്ടിലെത്തിയ ക്രൈംബ്രാഞ്ച് സംഘം കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്തു. നിതിൻ രാജ് മരിച്ച 4 മാസം പിന്നിട്ടപ്പോഴാണ് അന്വേഷണ സംഘം കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയത്. കേസിന്റെ അന്വേഷണം വഴിതെറ്റുന്നതായും പ്രതികൾക്ക് അനുകൂലമായ രീതിയിലാണ് ആദ്യഘട്ട അന്വേഷണം നടന്നതെന്നും കുടുംബം ആരോപിച്ചിരുന്നു. ജീവൻ ജോർജിന്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം നിതിൻ രാജിന്റെ കുടുംബം താമസിക്കുന്ന നെടുമങ്ങാട്ടെ വാടക വീട്ടിലെത്തിയാണ് മൊഴിയെടുത്തത്. കുടുംബാംഗങ്ങളിൽ നിന്ന് വിശദമായ മൊഴിയെടുത്തു. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം സംബന്ധിച്ച ആശങ്കകൾ കുടുംബം പങ്കുവച്ചു. നിതിൻ രാജിന്റെ മരണത്തിന് പിന്നിലെ മുഴുവൻ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. മൊഴികളെല്ലാം തൃപ്തികരമായിരുന്നു. പിന്നെ നിലവിലെ സാഹചര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇനി അങ്ങനെ ഒരു വീഴ്ചകൾ ഉണ്ടാവാതെ പുതിയ രീതിയിലുള്ള ഒരു അന്വേഷണം ശക്തമായി മുന്നോട്ട് പോയി ആരൊക്കെയാണോ ഈ എൻ്റെ മോൻ്റെ കൊലപാതകത്തിൽ കൂട്ടുനിന്നത് അല്ലെങ്കിൽ ചെയ്തത് അവർക്കെതിരെ ശക്തമായ നടപടികളെടുത്ത് വേണ്ട ശിക്ഷകൾ അവർക്ക് വാങ്ങിക്കൊടുക്കും. അതിനുവേണ്ടി ഞങ്ങൾ ശക്തമായ രംഗത്തുണ്ട്. 2026 ഏപ്രിൽ 10-നാണ് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് 1-ാം വർഷ BDS വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജ് മരിച്ചത്. കോളേജ് കെട്ടിടത്തിൽ നിന്ന് വീണായിരുന്നു മരണം. സംഭവം ആത്മഹത്യയാണെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. കോളേജിൽ നിന്ന് ജാതി വിവേചനം അടക്കം നേരിട്ടതായി കുടുംബവും സഹപാഠികളും ആരോപിച്ചിരുന്നു. തുടർന്ന് അധ്യാപകരായ ഡോക്ടർ MK റാം, സംഗീത എന്നിവർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി കേസെടുത്തു. ആദ്യം അന്വേഷണം നടത്തിയ പോലീസ് സംഘം നിതിൻ രാജിനെ ഭീഷണിപ്പെടുത്തിയ ലോൺ ആപ്പ് സംഘത്തെയും പിടികൂടിയിരുന്നു. മാസങ്ങൾക്ക് ശേഷം അടുത്തിടെയാണ് റാമിനെ പിടികൂടാനായത്. മാനസിക പീഡനം, ജാതി അധിക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം തുടരുകയാണ്. കുടുംബത്തിന്റെ മൊഴികൾക്ക് പുറമെ നിതിന്റെ ശബ്ദ സന്ദേശങ്ങൾ, ഫോൺ രേഖകൾ, സഹപാഠികളുടെ മൊഴികൾ തുടങ്ങിയ തെളിവുകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. നിതിൻ രാജിന്റെ കുടുംബം നേരത്തെ അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ചിരുന്നു. സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിയെയും സമീപിച്ചു. ഇതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് സംഘം കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. കുടുംബാംഗങ്ങളിൽ നിന്ന് ലഭിച്ച പുതിയ വിവരങ്ങളും നേരത്തെ അന്വേഷണ സംഘത്തിന് ലഭിച്ച തെളിവുകളും പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ. ന്യൂസ് 18 നെടുമങ്ങാട്. ഇന്ത്യൻ ബാങ്കിന്റെ എറണാകുളം MG റോഡ് ശാഖയിൽ വൻ വായ്പാ തട്ടിപ്പ് നടന്നതായി കേസ്. ബാങ്കിന്റെ ഡയറക്ട് സെല്ലിംഗ് ഏജന്റായിരുന്ന മൈമോ ഫിനാൻഷ്യൽ സർവീസസ് വഴി ഏകദേശം 29 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് ആരോപണം. സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. NRI ഹൗസിംഗ് ലോണിന്റെ മറവിലാണ് തട്ടിപ്പ് നടന്നതെന്നാണ് കണ്ടെത്തൽ. വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ പേരിൽ വായ്പ എടുക്കുന്നതിനായി റിയാദിലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെയും മസ്കറ്റിലെ ഇന്ത്യൻ എംബസിയുടെയും പേരിലുള്ള വ്യാജ അറ്റസ്റ്റേഷൻ രേഖകൾ വരെ നിർമ്മിച്ചതായാണ് കേസ്. വ്യാജരേഖകൾ ഉപയോഗിച്ച് ലോൺ അപേക്ഷകൾ തയ്യാറാക്കി ബാങ്കിൽ സമർപ്പിച്ചെന്നാണ് ആരോപണം. തുടർന്ന് അനുവദിച്ച വായ്പകളിലൂടെ ബാങ്കിന് കോടികളുടെ നഷ്ടമുണ്ടായെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മൈക്രോ ഫിനാൻഷ്യൽ സർവീസിന്റെ ഡയറക്ടർമാരും ലോൺ കരസ്ഥമാക്കിയവരും ഉൾപ്പെടെ 27 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വായ്പാ തുക ആരുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് എത്തിയെന്നും വ്യാജരേഖകൾ തയ്യാറാക്കിയത് ആരാണെന്നും തട്ടിപ്പിന് പിന്നിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും അന്വേഷണത്തിൽ പരിശോധിക്കും. വ്യാജരേഖകൾ ഉപയോഗിച്ചുള്ള വായ്പാ തട്ടിപ്പിന് പിന്നിൽ സംഘടിത നീക്കമുണ്ടായിരുന്നു എന്നതും അന്വേഷണത്തിൽ നിർണായകമാകും. ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ.
ഗുണ്ടകളെ പിടികൂടാനായി പോലീസ് സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന പേരിൽ ഗുണ്ടാവേട്ട തുടങ്ങി. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ നേതൃത്വത്തിലാണ് ഓപ്പറേഷൻ ഗ്രിപ്പ് പുരോഗമിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പ് നടത്തുന്ന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി അങ്കമാലിയിൽ വൻ കഞ്ചാവ് വേട്ട. അങ്കമാലി പഴയ മാർക്കറ്റിന് സമീപത്ത് നിന്ന് 2 കിലോ കഞ്ചാവുമായി പശ്ചിമ ബംഗാൾ സ്വദേശി ലാലൻ ഷെയ്ഖ് അറസ്റ്റിലായി. കോഴിക്കോട് കസബ വല്യപറമ്പിലെ ആളൊഴിഞ്ഞ പറമ്പിൽ വളർത്തിയ കഞ്ചാവ് ചെടികൾ എക്സൈസ് സംഘം നശിപ്പിച്ചു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. വയനാട് മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിൽ 3.67 ഗ്രാം MDMA-യുമായി 3 യുവാക്കൾ പിടിയിൽ. പിടിയിലായത് കോഴിക്കോട് സ്വദേശികളായ മുഹമ്മദ് സിരേഷ്, M ജിതേന്ദ്രദാസ്, P അജുൽ എന്നിവർ. മലയാളികൾ തട്ടിപ്പിനിരയാകുന്ന വാർത്തകൾ നമ്മൾ നിരന്തരം കേൾക്കാറുണ്ട്. എന്നാൽ ഇതര സംസ്ഥാനക്കാരെ തട്ടിപ്പിനിരയാക്കുന്ന മലയാളികളും കുറവല്ലെന്നതാണ് അടുത്ത കാലത്തായി പുറത്തുവരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത്. മധ്യപ്രദേശിലെ ശിവപുരി ജില്ലയിലാണ് ഒരു സംഘം മലയാളികൾ വ്യാപകമായി തട്ടിപ്പ് നടത്തിയതായി പരാതികൾ ഉയർന്നിട്ടുള്ളത്. രക്തചന്ദന ചെടികൾ നൽകാമെന്ന പേരിലാണ് സംഘം കോടികൾ തട്ടിയെടുത്ത് മുങ്ങിയത്. ശിവപുരി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ സംഘം ബയോടെക്നോളജി ഉപയോഗിച്ച് തയ്യാറാക്കിയതാണെന്ന് പറഞ്ഞുകൊണ്ട് പലർക്കും ചെടികൾ വിറ്റിരുന്നു. ചന്ദനത്തൈകൾ നട്ടാൽ സർക്കാരിൽ നിന്നും ഒരേക്കറിന് 20 ലക്ഷം രൂപ വരെ ഗ്രാന്റ് ലഭ്യമാകുമെന്നും വിശ്വസിപ്പിച്ചു. 200 ചെടികൾ നട്ടുപിടിപ്പിക്കാൻ തയ്യാറായവരിൽ നിന്നും 20,000 വീതവും 100 ചെടികൾ നടാൻ സന്നദ്ധരായവരിൽ നിന്നും 10,000 രൂപ വീതവും മുൻകൂറായി കൈപ്പറ്റി. പിന്നീട് വിവരമില്ലാതായതോടെയാണ് ശിവപുരി ജില്ലക്കാരനായ ലക്ഷ്മിനാരായണ ലോധി എന്നയാൾ പരാതി നൽകിയത്. സംഘം നൽകിയ രസീതുകളിൽ വൈറ്റിലയിലെ പിൻ നമ്പർ ഉള്ളതിനാൽ ഇവിടം കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.